കഥയുടെ തുടക്കത്തിൽ തന്നെ റഷ്യയിലെ സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന കഠിനമായ ഒരു ജയിലാണ് കാണിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് റഷ്യൻ സൈന്യം ജർമ്മൻ സൈന്യത്തെ പിടികൂടാറുണ്ട്. അവരുടെ പിടിയിലായാലും അവരെ സൈബീരിയയിലെ ഈ ജയിലിൽ കഠിനമായി അടിമപ്പണിയെടുപ്പിക്കും. അതും -डिग्री താപനിലയുള്ള ഈ സ്ഥലത്ത് സാധാരണ ചെറിയ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ടാണ് അവരെ മൈനുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്നത്. ഒരു ജർമ്മൻ പട്ടാളക്കാരനാണ് നമ്മുടെ കഥാനായകൻ. അദ്ദേഹത്തിന്റെ പേര് ക്ലെമൻസ് ഫോറൽ എന്നാണ്. വർഷം 1944 ഓഗസ്റ്റ് മാസം തന്റെ ഭാര്യയോടും മകളോടും യാത്ര പറഞ്ഞുകൊണ്ട് ക്ലെമൻസ് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ഇനി താൻ തിരിച്ചു വരുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. അപ്പോഴാണ് ഭാര്യ ക്ലെമൻസിനോട് താൻ ഗർഭിണിയാണ് എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ക്ലെമൻസിന് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ക്രിസ്മസ് ആവുമ്പോഴേക്കും എന്തായാലും ഞാൻ തിരിച്ചെത്തിയിരിക്കുമെന്ന് ക്ലെമൻസ് തന്റെ ഭാര്യയ്ക്ക് ഉറപ്പു കൊടുത്തു. ക്ലെമൻസിന്റെ മകൾ എലിസബത്ത് അച്ഛനോട് പറയാണ്, അച്ഛ എനിക്ക് അച്ഛനെ ഒരുപാട് മിസ്സാവും. അതുകൊണ്ട് എന്റെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ എനിക്ക് വല്ലപ്പോഴും ഒരു കത്തെങ്കിലും അയക്കണം. ഉറപ്പായിട്ടും അച്ഛൻ മോൾക്ക് കത്തെഴുതി അയച്ചിരിക്കുമെന്നും ക്ലെമൻസ് തന്റെ മകൾക്ക് വാക്കുകൊടുത്തു. അങ്ങനെ സങ്കടത്തോടെ ക്ലെമൻസ് തന്റെ കുടുംബത്തോട് യാത്ര പറയുകയാണ്. നിർഭാഗ്യവശാൽ ക്ലെമൻസ് റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലായി. റഷ്യൻ കോടതി ക്ലെമൻസിന് വിധിച്ചത് 25 വർഷത്തെ കഠിന തടവാണ്. അതും സൈബീരിയയിൽ സ്ഥിതി ചെയ്യുന്ന കേബ് ഡെസ്നെവ് എന്ന കോൾ മൈനുള്ള ജയിൽ. ആ ജയിലിലെ മൈനിലായിരിക്കും അടുത്ത 25 വർഷം ക്ലെമൻസ് അടിമപ്പണി ചെയ്യേണ്ടത്. ക്ലെമൻസ് മാത്രമല്ല പിടിയിലായത്, ഒരുപാട് ജർമ്മൻ പട്ടാളക്കാരി ഇവരുടെ പിടിയിലായിട്ടുണ്ട്. അവരെയൊക്കെ ഒരു ട്രെയിനിൽ കഴിച്ചിട്ടാണ് സൈബീരിയയിലേക്ക് കൊണ്ടുപോകുന്നത്. ട്രെയിനിൽ വെച്ച് തണുപ്പ് സഹിക്കാനാവാതെ ഒരുപാട് പേര് അവിടെ വെച്ച് തന്നെ മരണപ്പെടുന്നുമുണ്ട്. ഒരു സാധാരണ മനുഷ്യന് താങ്ങാനാവുന്നതിനേക്കാൾ കഠിനമായ തണുപ്പാണ്. ക്രിസ്മസ് കഴിഞ്ഞിട്ടും ഇതുവരെ തന്റെ അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചെത്താത്ത സങ്കടത്തിലാണ് എലിസബത്ത്. പോസ്റ്റ്മാൻ അതുവഴി പാസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തോട് തന്റെ അച്ഛന്റെ കത്ത് വന്നിട്ടുണ്ടോ എന്ന് എലിസബത്ത് ചോദിക്കും. ഇല്ല എന്ന് പോസ്റ്റ്മാൻ മറുപടിയും കൊടുക്കും. ക്ലെമൻസിന്റെ ഭാര്യ റഷ്യൻ കോടതിയിലും തന്റെ ഭർത്താവിന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് കത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോടതി അവർക്കും അതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് പുള്ളിക്കാരിക്ക് മറുപടി നൽകിയത്. പുള്ളിക്കാരി പ്രസവിച്ചു, അവർക്കൊരു ആൺകുഞ്ഞാണ് ജനിച്ചത്. എന്റെ 2 മക്കളെയും ഞാൻ തനിച്ച് വളർത്തുമെന്ന് പുള്ളിക്കാരി പള്ളിയിൽ അച്ഛനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ വെച്ച് മാതാവിനോട് എലിസബത്ത് പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, എന്റെ അച്ഛനോട് നീ കരുണ കാണിക്കണമേ. എത്രയും പെട്ടെന്ന് എന്റെ അച്ഛന് നീ തിരിച്ചു വരാൻ സഹായിക്കണമേ. ട്രെയിനിൽ വെച്ച് തന്നെ ജർമ്മൻ പട്ടാളക്കാർ അവർ പോകുന്ന ജയിലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് പ്ലാൻ ചെയ്യുകയാണ്. എന്നാൽ ജിയോഗ്രഫി നന്നായി അറിയുന്ന ഒരാള് അവർ ഇപ്പോൾ പോകുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ വരച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഒരിക്കലും അവിടുന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല, കാരണം അത്രത്തോളം ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ട്രെയിന് സൈബീരിയയിലെത്തി റഷ്യൻ സൈന്യം അവരൊക്കെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ട്രെയിനിൽ വെച്ച് മരണപ്പെട്ട ജർമ്മൻ സൈനികരെ അവിടെ തന്നെ കുഴിച്ചു മൂടുന്നുമുണ്ട്. അവിടെ വെച്ച് അവർക്ക് തണുപ്പിൽ നിന്ന് ശമനം കിട്ടാൻ വേണ്ടിയുള്ള മരക്കഷ്ണങ്ങൾ എടുക്കാനായി ഓഫീസർ പറഞ്ഞു. ക്ലെമൻസ് അത് എടുക്കുന്ന സമയം അവിടെ തന്നെ ഇരുന്ന് തന്റെ ഭാര്യയും മോളെയും കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പോൾ വളരെ ക്രൂരനായ ഒരു ഓഫീസർ വന്ന് ക്ലെമൻസിനെ ചവിട്ടി താഴെയിടുകയാണ്. ഒരു ചെറുപ്പക്കാരനായ ജർമ്മൻ പട്ടാളക്കാരനാണ് ഫ്രീഡർ. അവൻ ഒരു കത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ക്ലെമൻസ് അവന്റെ അടുത്ത് ചെന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു. എന്റെ അമ്മയുടെ അവസാനത്തെ കത്താണ് ഇത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് സങ്കടമാവുമെങ്കിലും എനിക്ക് വളരെയധികം ആശ്വാസമാണ് ഇത് തരുന്നത്. നീ ഈ കത്ത് നിന്റെ ജാക്കറ്റിന്റെ അകത്ത് ഒളിപ്പിച്ചു വെക്കും. ഓഫീസേഴ്സ് ആരെങ്കിലും ഇത് കണ്ടാൽ അവർ ഉറപ്പായും എടുത്തു മാറ്റുമെന്ന് അവനോട് ക്ലെമൻസ് പറയുകയാണ്. ക്ലെമൻസും തന്റെ ഒരു ഫാമിലി ഫോട്ടോ ജാക്കറ്റിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കമനേവ് എന്ന ഇദ്ദേഹമാണ് ഈ ജയിലിന്റെ വാർഡൻ. അദ്ദേഹം വളരെ ക്രൂരനാണ്, അതേപോലെ സ്ട്രിക്റ്റുമാണ്. ഈ ജയിലിൽ 2 ഡോക്ടേഴ്സാണുള്ളത്. അപ്പോൾ ഇദ്ദേഹമാണ് ഡോക്ടർ സ്റ്റൗഫർ. അദ്ദേഹത്തിന്റെ സഹായിയാണ് ഡോക്ടർ പാഷ്മുട്ടോവ എന്ന ഈ സ്ത്രീ. ഇവര് 2 പേരും ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടി ഇവരും ഈ ജയിലിൽ തടവുകാരെ പോലെയാണ് കഴിയുന്നത്. അവര് 2 പേരും അവരുടെ കുടുംബത്തെ കണ്ടിട്ട് വർഷങ്ങൾ ഒരുപാടായി. നാട്ടിലേക്ക് പോകാൻ പോലും അവർക്ക് പറ്റത്തില്ല. പുതുതായി ജയിലിൽ കൊണ്ടുവന്ന സകല ജർമ്മൻ സൈനികരും പരിശോധിക്കണമെന്ന് ഡോക്ടർ സ്റ്റൗഫറിനോട് കമനേവ് പറയുകയാണ്. അപ്പോൾ ഇത്രത്തോളം ജർമ്മൻ സൈനികരെയാണ് ഈ ജയിലിലേക്ക് അടിമപ്പണി എടുപ്പിക്കാനായി കൊണ്ടുവന്നത്. ഈ ജയിലിൽ നിന്ന് എങ്ങനെ ചാടി രക്ഷപ്പെടാം എന്നാണ് ക്ലെമൻസ് നോക്കുന്നത്. അപ്പോൾ ക്ലെമൻസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ജയിലിന്റെ ചുറ്റും വാച്ച് ടവേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതായത് ഈ ജയിൽ ആരെങ്കിലും ചാടുന്നുണ്ടോ എന്ന് നോക്കാൻ ജയിലിന്റെ പുറത്ത് കാവൽക്കാർ വളരെ കുറവാണ്. അപ്പോൾ ഒരുത്തൻ പറയാണ്, ഈ ജയിലിൽ ചാടിയിട്ട് എവിടെ പോകാനാ? കിലോമീറ്ററുകൾക്ക് ഇപ്പുറമാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ചാടുകയാണെങ്കിൽ തന്നെ ഒരിക്കലും അതിജീവിക്കാനും സാധ്യമല്ല. ഇവർ ഇവിടെ വരി നിൽക്കുമ്പോൾ അവരിൽ ഒരാൾ ബോധം കെട്ട് വീണു. ഡോക്ടർ സ്റ്റൗഫർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കമനേവ് അതിന് സമ്മതിച്ചിട്ടില്ല. ഓഫീസറിനോട് അവനെ വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശം കൊടുത്തു. ഇവറ്റകൾ മൈനിൽ ജോലി ചെയ്യേണ്ടവരാണ്, ആരോഗ്യമില്ലാതെ ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് കമനേവ് പറഞ്ഞത്. ഫ്രീഡർ തന്റെ ജാക്കറ്റിന്റെ അകത്ത് പെട്ടെന്ന് കത്തൊളിപ്പിക്കുന്നത് കമനേവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കമനേവ് ആ കത്ത് വാങ്ങിക്കുകയും അവനോട് അവന്റെ സകല വസ്ത്രവും അഴിക്കാനായിട്ടും കമനേവ് പറഞ്ഞു. അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ. ഈ
കൊടും തണുപ്പിൽ അവൻ വസ്ത്രമൊന്നുമില്ലാതെ നിൽക്കുകയാണ്. കമനേവ് അവന്റെ അമ്മയുടെ കത്ത് കീറിക്കളയുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ ക്ലെമൻസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ക്ലെമൻസ് തന്റെ ജാക്കറ്റ് അയച്ച് ഫ്രീഡറിന് കൊടുക്കാനായി ശ്രമിച്ചപ്പോൾ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് ദേഷ്യത്തോടെ ക്ലെമൻസിനോട് കമനേവ് പറയുന്നുണ്ട്. ശേഷം അവരെ എല്ലാവരെയും വരിയായി ജോലി ചെയ്യേണ്ട മൈനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തന്നെ പലരും ഈ കൊടും തണുപ്പ് സഹിക്കാനാവാതെ മരവിച്ച് മരണപ്പെടുന്നൊക്കെയുണ്ട്. ഓഫീസേഴ്സ് എല്ലാവരോടും അവരുടെ ജാക്കറ്റ്സും വസ്ത്രവും എല്ലാം അഴിച്ച് ബാസ്ക്കറ്റിലേക്ക് ഇടാനായി പറയുകയാണ്. ശേഷം അവരുടെ ശരീരത്തിലെ സകല രോമങ്ങളും അവർ ഷേവ് ചെയ്തു. എന്നിട്ട് അവർക്കെല്ലാവർക്കും അവരുടെ ജാക്കറ്റ്സ് തിരിച്ചു നൽകി. ജർമ്മനിയിലുള്ള ക്ലെമൻസിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നത് നിർത്തിയിട്ടില്ല. പുള്ളിക്കാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് റഷ്യൻസിന്റെ പിടിയിലായതാണ് എന്ന്. എന്നാൽ അവർ അദ്ദേഹത്തെ എവിടത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് മാത്രം ജർമ്മൻ സൈന്യത്തിന് അറിയത്തില്ല. വർഷം 1949. 4 വർഷമായി ക്ലെമൻസ് കഠിനമായി ഈ ജയിലിൽ കഴിയുന്നു. ഒരു തവണ ഭാഗ്യത്തിന് മരണത്തിൽ നിന്നും ക്ലെമൻസ് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. മൈനിൽ ജോലി ചെയ്യുമ്പോൾ ക്ലെമൻസ് ചെറുതായി ഒന്ന് മാറി നിന്നതാണ്. ആ സമയം മൈന് തകർന്നു വീഴുകയും അതിന്റെ അടിയിൽപ്പെട്ട് 1-2 ആൾക്കാർ മരണപ്പെട്ടിട്ടുമുണ്ട്. അത് കണ്ട് ക്ലെമൻസ് ആകെ ഷോക്കായി. ക്ലെമൻസിന് നന്നായി എഞ്ചിനീയറിംഗ് പണികൾ അറിയാമെന്ന് മനസ്സിലാക്കിയ കമനേവ് ക്ലെമൻസിനെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ പ്രവർത്തിക്കാത്ത ഒരു മെഷീന് ക്ലെമൻസിനെ കൊണ്ട് അദ്ദേഹം നന്നാക്കിയെടുത്തു. അപ്പോൾ കമനേവിന് മനസ്സിലായി ഇവൻ വളരെയധികം ബുദ്ധിശാലിയാണ് എന്ന്. ആ രാത്രി ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ഇവിടെ നിന്ന് ചാടാനുള്ള വഴിയാണ് ക്ലെമൻസ് നോക്കുന്നത്. ഈ വർക്ക്ഷോപ്പിലുള്ള 1-2 മെഷീൻസിന്റെ സഹായത്തിൽ ഫെൻസിന്റെ അപ്പുറം ചാടി കടക്കാനായി സാധിക്കുമെന്ന് ക്ലെമൻസ് മനസ്സിലാക്കി. അതുവഴിയാണ് കോൾ കയറ്റി കൊണ്ടുപോകുന്ന ട്രെയിൻ പുറപ്പെടുന്നത്. അങ്ങനെ ആ രാത്രി തന്നെ ക്ലെമൻസ് ആ ട്രെയിനിൽ ആരും കാണാതെ കയറി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. ട്രെയിൻ പുറപ്പെട്ടെങ്കിലും പെട്ടെന്ന് ട്രെയിൻ നിർത്തുകയാണ്. അപ്പോൾ ഒരു ഓഫീസർ ക്ലെമൻസിന്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. ജയിൽ ചാടാൻ ശ്രമിച്ച ക്ലെമൻസിന്റെ ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ടു. ജയിൽ ചാടാൻ ശ്രമിച്ചാൽ പിന്നീട് അവർക്കുണ്ടാവുന്ന ശിക്ഷ സാധാരണയേക്കാൾ കഠിനമാണ്. അണ്ടർഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന കവറിംഗ് ഒന്നുമില്ലാത്ത ഒരു സെല്ലിലാണ് പിന്നീട് അവർ ക്ലെമൻസിനെ മാസങ്ങളോളം അടച്ചുപൂട്ടിയത്. അവിടുത്തെ ശിക്ഷ അവസാനിച്ചപ്പോൾ 2 ഓഫീസേഴ്സ് ക്ലെമൻസിനെ പുറത്തെടുത്തു. കമനേവ് ക്ലെമൻസിനോട് പറയാണ്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ട് എവിടത്തേക്ക് പോകാനാണ് ഉദ്ദേശം? ഒരിക്കൽ നീയൊക്കെ ഇവിടെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നീയൊന്നും പുറം ലോകം കാണില്ല. നിന്റെയൊക്കെ ശവം ഈ മണ്ണിൽ തന്നെ വീഴാനാണ് വിധിച്ചത് എന്ന് കമനേവ് ക്ലെമൻസിനോട് പറയുന്നുണ്ട്. ക്ലെമൻസിനെ സാധാരണ സെല്ലിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്റെ സുഹൃത്തുക്കൾ അഥവാ ജർമ്മൻ സൈന്യം ദേഷ്യത്തോടെ നിൽക്കുന്നത് കാണാം. അവരോട് ആരോടും പറയാതെ ക്ലെമൻസ് ജയിലിൽ ചാടാൻ ശ്രമിച്ചതിന്റെ ദേഷ്യമാണ് അവർക്ക്. അവരെല്ലാവരും കൂടി ക്ലെമൻസിനെ തല്ലുന്നുമുണ്ട്. മർദ്ദനമേറ്റ് അവശ്യ നിലയിൽ കിടക്കുന്ന ക്ലെമൻസിനെ ചികിത്സിക്കാനായി ഡോക്ടർ സ്റ്റൗഫർ വന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ക്ലെമൻസിനോട് പറയാണ്, യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് നീ ജയിൽ ചാടാൻ ശ്രമിച്ചത് നീ ചെയ്ത വലിയ ഒരു മണ്ടത്തരമാണ്. നീ കുറച്ചുകൂടി സൂക്ഷിക്കണമായിരുന്നു. അപ്പോൾ ക്ലെമൻസ് ഡോക്ടറിനോട് കരുണ സഹായം ചോദിക്കുകയാണ്. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. അറ്റ്ലീസ്റ്റ് എനിക്ക് എന്റെ മോൾക്ക് ഒരു കത്ത് എഴുതി അയക്കാനെങ്കിലും താങ്കൾ എന്നെ സഹായിക്കണം. എന്നാൽ അതെല്ലാം അസാധ്യമാണ് എന്നായിരുന്നു ഡോക്ടറിന്റെ മറുപടി. 3-4 വർഷം കഴിഞ്ഞെങ്കിലും ക്ലെമൻസിന്റെ മകൾ എലിസബത്ത് ഇപ്പോഴും തന്റെ അച്ഛന്റെ കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും പോസ്റ്റ്മാൻ വരുമ്പോൾ പുള്ളിക്കാരി അച്ഛന്റെ കത്ത് വന്നിട്ടുണ്ട് എന്ന് ചോദിക്കും. അതേപോലെ മാപ്പ് നോക്കി തന്റെ അച്ഛന് റഷ്യയിലെ ഏത് ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക എന്നും എലിസബത്ത് നോക്കാറുണ്ട്. ക്ലെമൻസും ഡോക്ടറും ഇപ്പോൾ നല്ല കമ്പനി ആയിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും ഞാൻ ഈ ജയിലിൽ ചാടിയിരിക്കും. കാരണം ക്രിസ്മസിന് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന് ഞാൻ എന്റെ ഭാര്യക്കും മോൾക്കും വാക്ക് കൊടുത്തതാണ്. അപ്പോൾ ക്ലെമൻസിനെ ജയിലിൽ ചാടാൻ സഹായിക്കാൻ ഡോക്ടർ തയ്യാറാണ്. എങ്ങനെ ജയിലിൽ ചാടാം, അതിനുശേഷം എങ്ങനെ അതിജീവിക്കാം, അതിനെക്കുറിച്ചൊക്കെ സകല കാര്യങ്ങളും ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ കഠിനമായ തണുപ്പിൽ അതിജീവിക്കാനുള്ള വസ്ത്രവും ജാക്കറ്റും എല്ലാം ഞാൻ നിനക്ക് തരാമെന്നും ഡോക്ടർ ക്ലെമൻസിനോട് പറഞ്ഞിട്ടുണ്ട്. വർഷം 1949. ക്ലെമൻസ് ജയിലിലായിട്ട് 5 വർഷമായി. അപ്പോൾ ഇന്ന് രാത്രിയാണ് ക്ലെമൻസ് ജയിലിൽ ചാടാനായിട്ട് പോകുന്നത്. എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ക്ലെമൻസ് ഡോക്ടർ സ്റ്റൗഫറിന്റെ മുറിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മാപ്പിൽ വഴി കാണിച്ചു കൊടുത്ത് ഏത് വഴിയിലെ കൂടിയാണ് പോകേണ്ടത്, എവിടെയൊക്കെയാണ് അപകട സാധ്യതകൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ കോമ്പസ്, കത്തി, വസ്ത്രം, ജാക്കറ്റ്, ബൂട്ട്സ് അങ്ങനെ അതിജീവിക്കാനുള്ള സകല വസ്തുക്കളും ഡോക്ടർ ക്ലെമൻസിന് നൽകുന്നുണ്ട്. നീ നാട്ടിലെത്താൻ ചിലപ്പോൾ വർഷങ്ങളോളം എടുത്തേക്കാം. എന്നാൽ ഒരിക്കലും നീ പിന്മാറരുത്. ഈ മിഷൻ നിനക്ക് പൂർത്തീകരിക്കാൻ ആകെ വേണ്ടത് മനക്കെട്ടി മാത്രമാണ്. അദ്ദേഹം ഒരു തോക്ക് നൽകി എക്സ്ട്രാ ബുള്ളറ്റ്സും നൽകി. ഇത് നിന്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയും ഭക്ഷിക്കാൻ മൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടിയുമാണ്. അപ്പോൾ ഡോക്ടർ ഇത്രയൊക്കെ ക്ലെമൻസിനെ സഹായിക്കുമ്പോൾ ക്ലെമൻസ് അദ്ദേഹത്തോട് ചോദിക്കാണ്, താങ്കൾ എന്തിനാണ് എന്നെ ഇത്രയും അധികം സഹായിക്കുന്നത്? അപ്പോൾ ഡോക്ടർ സങ്കടത്തോടെ അദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ ഈ ജയിൽ ചാടി തന്നെ കുടുംബത്തെ കാണാനായി തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഡോക്ടർ ആ സത്യം മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ക്യാൻസർ ആണ്. അദ്ദേഹം ഈ ജയിൽ ചാടിയാൽ തന്നെ അദ്ദേഹത്തിന് അതിജീവിക്കാനേ പറ്റത്തില്ല. ഞാൻ നിന്നെ സഹായിക്കുന്നതിന് പകരമായിട്ട് നീ
എനിക്ക് ഒരൊറ്റ സഹായം മാത്രം ചെയ്തു തന്നാൽ മതി. അദ്ദേഹം തന്റെ ഭാര്യയുടെ അഡ്രസ്സ് നൽകിയിട്ട് ക്ലെമൻസിനോട് പറയാണ്, എന്റെ ഭാര്യയെ കാണാനായിട്ട് നീ പോകണം, എന്നിട്ട് അവളോട് ഞാൻ മരണപ്പെട്ടു എന്ന് പറയണം. ആ പാവം ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. ഞാൻ നിന്നെ സഹായിച്ചതിന് ആകെ എനിക്ക് വേണ്ടി നീ ഇത് മാത്രം ചെയ്തു തന്നാൽ മതി. അങ്ങനെ അദ്ദേഹത്തോട് നന്ദിയും യാത്രയും പറഞ്ഞുകൊണ്ട് ക്ലെമൻസ് ജയിലിൽ ചാടുകയാണ്. അതിസാഹസികമായിട്ട് ഓഫീസേഴ്സ് ആരും കാണാതെ ക്ലെമൻസ് ജയിലിൽ ചാടി രക്ഷപ്പെടുകയാണ്. കമനേവ് റൗണ്ട്സിനായി പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ക്ലെമൻസ് ജയിലിൽ ചാടി രക്ഷപ്പെട്ടു എന്ന്. അവനെ ജയിൽ ചാടിനെ സഹായിച്ചത് ഡോക്ടർ തന്നെയാണ് എന്നും കമനേവിന് മനസ്സിലായി. ഡോക്ടറിനെ ചോദ്യം ചെയ്യാൻ കമനേവ് എത്തിയപ്പോൾ അദ്ദേഹം കാണുന്നത് ഡോക്ടർ ആത്മഹത്യ ചെയ്തതാണ്. ഓഫീസേഴ്സിനോട് ചുറ്റും അന്വേഷിക്കാനായി കമനേവ് ഉത്തരവിട്ടു. എന്നാൽ ഓഫീസേഴ്സ് അവിടെ മുഴുവനും അന്വേഷിച്ചിട്ടും അവർക്ക് ക്ലെമൻസിന്റെ പൊടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതായത് അവൻ രക്ഷപ്പെട്ട് ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ട്. സർ, അവൻ എന്തായാലും അതിജീവിക്കില്ല, അവൻ ഓൾറെഡി ചത്തിട്ടുണ്ടാവുമെന്ന് ഓഫീസർ പറഞ്ഞപ്പോൾ അവന്റെ മരണം വിധിക്കാനല്ല അവനെ കണ്ടെത്താനാണ് ഞാൻ പറഞ്ഞത് എന്ന് ദേഷ്യത്തോടെ കമനേവ് പറയുകയാണ്. ജയിൽപുള്ളിയുടെ ജയിൽ ചാട്ടത്തെ കുറിച്ച് മനസ്സിലാക്കി സീനിയർ ഓഫീസർ അവിടെ എത്തി കമനേവിനെ ചോദ്യം ചെയ്യുകയാണ്. അവൻ മൈനിൽ വെച്ച് ചത്തതാണ് എന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതി എന്ന് സീനിയർ ഓഫീസർ കമനേവിനോട് പറഞ്ഞപ്പോൾ സോറി സർ, അവൻ ചത്തിട്ടില്ല, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് കമനേവിന്റെ മറുപടി. അതായത് ക്ലെമൻസിനെ അങ്ങനെ രക്ഷപ്പെടാനൊന്നും കമനേവ് വിടത്തില്ല. എന്ത് വന്നാലും അവനെ ഞാൻ കണ്ടെത്തി ഇവിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുമെന്നും കമനേവ് ശപഥമെടുത്തു. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ 80% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ അത് നിങ്ങൾ എനിക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ക്ലെമൻസ് ഒരുപാട് യാത്ര ചെയ്ത് മുന്നോട്ട് എത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവന്റെ കയ്യിലുള്ള ഭക്ഷണമെല്ലാം അവസാനിച്ചു. ഇനി എന്ത് ചെയ്യുമെന്ന് യാതൊരു പിടുത്തവുമില്ല. അപ്പോഴാണ് അവിടെ കുറച്ച് ദൂരെയായിട്ട് ഒരു നീർനായെ ക്ലെമൻസ് കണ്ടത്. അങ്ങനെ അതിനെ വേട്ടയാടി ഭക്ഷിക്കാൻ ക്ലെമൻസ് തീരുമാനിച്ചു. തന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് ആ നീർനായെ വെടിവെച്ച് ക്ലെമൻസ് അതിന്റെ മാംസം ഭക്ഷിക്കുകയാണ്. മാസങ്ങൾ ഒരുപാടായിട്ടും കമനേവ് ക്ലെമൻസിന് വേണ്ടിയുള്ള അന്വേഷണം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല. അവിടെ ചുറ്റും റേഡിയസിലുള്ള സ്റ്റേഷൻസിലൊക്കെ കമനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ക്ലെമൻസിന്റെ രൂപസാദൃശ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ജർമ്മൻ പൗരനെ കണ്ടാൽ പിടികൂടണം എന്നും അവർക്ക് കമനേവ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒരു രാത്രി തീയൊക്കെ ഉണ്ടാക്കി ക്ലെമൻസ് ഉറങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് 2 പേര് വന്നതായി ക്ലെമൻസ് കണ്ടു. ക്ലെമൻസ് അവർക്ക് നേരെ തോക്ക് ചൂണ്ടുകയാണ്. അപ്പോൾ അവർ വളരെ കൂളായിട്ട് പറയാണ്, നിന്നെ കണ്ടാൽ അറിയാം നീ റഷ്യൻ അല്ല ജർമ്മൻ ആണ് എന്ന്. നീ ജയിൽ ചാടിയതാണല്ലേ, നീ ഞങ്ങളുടെ കൂടെ വന്നോളൂ, നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി ഞങ്ങൾ കാണിച്ചു തരാം എന്നായിരുന്നു അവർ ക്ലെമൻസിനോട് പറഞ്ഞത്. എന്നാൽ അവരുടെ കൂടെ പോകാൻ ക്ലെമൻസ് തയ്യാറല്ല. നീ പേടിക്കേണ്ട, ഞങ്ങൾ പോലീസ് ഒന്നുമല്ല, ഞങ്ങൾ ഗോൾഡ് ഹണ്ടേഴ്സ് ആണ്. ക്ലെമൻസിന് അവരെ പൂർണ്ണമായിട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ട് അവരോട് ഇവാനോവിച്ച് എന്ന കള്ളപ്പേരാണ് ക്ലെമൻസ് പറഞ്ഞത്. അവരുടെ പേര് അനസ്റ്റാസ് എന്നും സെമിയോൺ എന്നുമാണ്. അങ്ങനെ അടുത്ത ദിവസം അവര് 3 പേരും ഒന്നിച്ച് അവരുടെ യാത്ര ആരംഭിച്ചു. വർഷം 1950. ക്ലെമൻസ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ വേനൽക്കാലമായിട്ടുണ്ട്. ഒരു ബോട്ട് ഉണ്ടാക്കി നദിയിലെ കൂടി അവര് 3 പേരും നോർത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ അപ്പോഴാണ് അവരെ തേടി ആ അപകടം വന്നെത്തിയത്. നദിയിൽ നല്ല ഒഴുക്കുണ്ട്, അവർ ഉറപ്പായിട്ടും മുങ്ങിപ്പോകും. അനസ്റ്റാസും ക്ലെമൻസും കഷ്ടപ്പെട്ട് ബോട്ട് നിയന്ത്രിക്കുന്നുണ്ട്. എന്നാൽ സെമിയോണ് ബോട്ടിൽ നിന്ന് നദിയിലേക്ക് വീഴുകയാണ്. അനസ്റ്റാസ് സെമിയോണിനെ രക്ഷിക്കാൻ തയ്യാറല്ല. എന്നാൽ ക്ലെമൻസ് സ്വന്തം ജീവൻ പണയം വെച്ച് നദിയിലേക്ക് എടുത്തു ചാടി സെമിയോണിനെ രക്ഷപ്പെടുത്തുകയാണ്. അവരുടെ 2 പേരുടെയും സാധനങ്ങൾ ബോട്ടിലാണുള്ളത്. അതുമായി അനസ്റ്റാസ് പോയിട്ടുണ്ട്. അവൻ എവിടത്തേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് എനിക്കറിയാം എന്ന് സെമിയോൺ പറയുകയാണ്. അവര് 2 പേരും അനസ്റ്റാസിനെ തേടി യാത്ര ആരംഭിച്ചു. ഇവിടെ അനസ്റ്റാസ് ആണെങ്കിലും സെമിയോണിന്റെ സ്വർണവും കൈക്കലാക്കുകയാണ്. അവന്റെ വിചാരം സെമിയോണും ക്ലെമൻസും മരണപ്പെട്ടു എന്നാണ്. അപ്പോഴാണ് അവര് 2 പേരും അവിടെ എത്തിയതായി കാണുന്നത്. സെമിയോണിനോട് അനസ്റ്റാസ് മാപ്പ് പറയുകയാണ്. അത്രയും ഒഴുക്കുള്ള നദിയിൽ താങ്കളെ രക്ഷിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, മാപ്പാക്കണം. ശേഷം സെമിയോണ് തന്റെ സാധനങ്ങളൊക്കെ അകത്ത് തന്നെയുണ്ടോ എന്ന് നോക്കാനേ ചെന്നു. നീ എന്തിനാണ് എന്റെ ബാഗൊക്കെ തുറന്നത് എന്ന് സെമിയോൺ ചോദിച്ചപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ ബാഗിൽ ഉപ്പിരിപ്പുണ്ടോ എന്ന് നോക്കാനാണ് എന്ന് അനസ്റ്റാസ് മറുപടി കൊടുത്തു. എന്നാൽ അനസ്റ്റാസ് തന്റെ സ്വർണം എടുത്തിട്ടുണ്ട് എന്ന് സെമിയോണിന് മനസ്സിലായി. അങ്ങേര് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, തോക്കെടുത്ത് അനസ്റ്റാസിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. എന്തിനാണ് ഇവനെ കൊന്നത് എന്ന് ക്ലെമൻസ് ചോദിച്ചു. ഞാൻ എന്റെ സ്വന്തം ജീവൻ പണയപ്പെടുത്തി കണ്ടെത്തിയ സ്വർണമാണ് അത് കൈക്കലാക്കാൻ അവന് എങ്ങനെ ധൈര്യം വന്നു എന്ന് സെമിയോൺ മറുപടി കൊടുത്തു. അവർ 2 പേരും വീണ്ടും യാത്ര ആരംഭിച്ചു. പക്ഷെ ഇവിടെ സെമിയോൺ നമ്മുടെ ക്ലെമൻസിനെയും ചതിക്കുകയാണ്. അവരുടെ കൈവശം അതിജീവിക്കാനുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ക്ലെമൻസിന്റെ സാധനങ്ങളും കൈക്കലാക്കാൻ വേണ്ടി സെമിയോൺ ക്ലെമൻസിനെ ഒരു കൊക്കയിൽ നിന്ന് താഴേക്കിട്ട് സ്ഥലം വിടുകയാണ്. ക്ലെമൻസിനാണെങ്കിൽ ഇപ്പോൾ അതിജീവിക്കാൻ ഒന്നും തന്നെ കൈവശമില്ല. വിശപ്പ് സഹിക്കാനാവാതെ ക്ലെമൻസ് ബോധം കെട്ട് വീണു. കണ്ണു തുറന്നപ്പോൾ ക്ലെമൻസ് കാണുന്നത് അവൻ ഇപ്പോൾ കുറച്ച് നല്ല മനുഷ്യർ താമസിക്കുന്ന ഒരു ഗ്രാമത്തിലാണുള്ളത്.
അവരൊക്കെ കൂടി ക്ലെമൻസിനെ ചികിത്സിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ തന്നെ ക്ലെമൻസിന് മനസ്സിലായി ഇവരൊക്കെ വിശ്വസ്തരായിട്ടുള്ള നല്ല മനുഷ്യരാണ് എന്ന്. അവര് പേര് ചോദിച്ചപ്പോൾ ക്ലെമൻസ് കള്ളപ്പേരൊന്നുമല്ല പറഞ്ഞത്, സത്യം സത്യം പോലെ തുറന്നു പറഞ്ഞു. എന്റെ പേര് ക്ലെമൻസ് ഫോറൽ എന്നാണ്. ഞാൻ ജയിൽ ചാടിയ ഒരു ജർമ്മൻ പട്ടാളക്കാരനാണ്. അസുഖമൊക്കെ ഭേദമായി കുറച്ചു ദിവസം ക്ലെമൻസ് ഈ ഗ്രാമത്തിലെ ആളുകളുടെ കൂടെയാണ് താമസിച്ചത്. ഇനി മറ്റൊരു ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ കമനേവിന്റെ ആൾക്കാർ സെമിയോണിനെ പിടികൂടിയിട്ടുണ്ട്. അവന്റെ കൂടെ ഒരു ജർമ്മൻകാരനും ഉണ്ടായിരുന്നുവെന്ന് സെമിയോൺ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കമനേവ് സെമിയോണിനെ ചോദ്യം ചെയ്യാനായി സെല്ലിലേക്ക് പോയപ്പോൾ കാണുന്നത് സെമിയോൺ സെല്ലിൽ തൂങ്ങി മരിച്ചതാണ്. എന്തായാലും ക്ലെമൻസ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കമനേവിന് മനസ്സിലായി. അതേപോലെ നമ്മുടെ ക്ലെമൻസിനും അറിയാം അവര് തനിക്ക് വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് ക്ലെമൻസ് ഇനിയും ഒരുപാട് ദിവസം ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. അങ്ങനെ ആ ഗ്രാമത്തിലെ ആൾക്കാരോട് ക്ലെമൻസ് യാത്ര പറയുകയാണ്. ക്ലെമൻസ് അവിടുന്ന് പോകുമ്പോൾ അവര് ക്ലെമൻസിന് വൈകാട്ടിയായിട്ട് അവരുടെ ഒരു വളർത്തുനായ കൂടി കൊടുക്കുന്നുണ്ട്. ആർഗിഷ് എന്നാണ് ഈ സൈബീരിയൻ ഹസ്കി ഡോഗിന്റെ പേര്. നിന്നെ അപകടത്തിൽ നിന്നൊക്കെ ഇവൻ രക്ഷിക്കുമെന്ന് അവർ ക്ലെമൻസിനോട് പറയുകയാണ്. വർഷം 1951. ഇപ്പോൾ വേനൽക്കാലമാണ്. 2 വർഷമായി ക്ലെമൻസ് ജയിലിൽ ചാടിയിട്ട്. 2 വർഷമായിട്ടും ഇതുവരെ അവന്റെ യാത്ര അവസാനിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു ദിവസം അവിടെയുള്ള ഓഫീസേഴ്സ് ക്ലെമൻസിനെ പിടികൂടുകയാണ്. അവര് ക്ലെമൻസിനെ ചോദ്യം ചെയ്തപ്പോൾ യാതൊരു സംശയമാവാത്ത രീതിയിൽ അവരോട് ക്ലെമൻസ് കള്ളങ്ങൾ പറയുകയാണ്. എന്നാൽ അവർക്ക് മനസ്സിലായി ക്ലെമൻസ് റഷ്യൻ അല്ല, അവൻ ജർമ്മൻ ആണ് എന്ന്. കമനേവ് അന്വേഷിക്കുന്നത് ഇവനെയാണ് എന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ അവർക്ക് അത് മനസ്സിലായത് അവർ ക്ലെമൻസിനോട് പറഞ്ഞിട്ടില്ല. ശരി, നിനക്ക് എവിടത്തേക്കാണോ പോകേണ്ടത് അവിടെ നിന്നെ ഞങ്ങൾ എത്തിക്കാമെന്നും അവർ ക്ലെമൻസിനോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ചതി മനസ്സിലാവാതെ ക്ലെമൻസ് സന്തോഷിച്ചു. ക്ലെമൻസ് ട്രെയിനിൽ യാത്ര പുറപ്പെട്ടു. എന്നാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ക്ലെമൻസിനെ പിടിച്ചു കൊണ്ടുപോകാനായിട്ട് കമനേവും സംഘവും കാത്തു നിൽക്കുന്നുണ്ട്. ഈ കാര്യമൊന്നും ക്ലെമൻസിന് അറിയത്തില്ല. ട്രെയിൻ സ്റ്റേഷനിൽ എത്താനായി കമനേവും അദ്ദേഹത്തിന്റെ ഫോഴ്സും അവിടെ നിൽക്കുന്നതായി കാണാം. ട്രെയിനിൽ നിന്ന് ക്ലെമൻസ് നോക്കുമ്പോൾ കമനേവിനും സംഘത്തെയും കാണുകയാണ്. അപ്പോൾ തന്നെ ക്ലെമൻസിന് മനസ്സിലായി ഇത് അവര് തന്നെ പിടികൂടാൻ ഒരുക്കിയ ട്രാപ്പാണ് എന്ന്. ട്രെയിൻ നിർത്തിയപ്പോൾ അവരാരും കാണാതെ ക്ലെമൻസ് ട്രെയിനിന്റെ പിൻവശത്തെ കൂടി പുറത്തിറങ്ങുകയാണ്. അങ്ങനെ സകല ഓഫീസേഴ്സിന്റെയും കണ്ണ് വെട്ടിച്ച് ക്ലെമൻസ് രക്ഷപ്പെട്ടു. എന്നാൽ ക്ലെമൻസ് ഇവിടെ ചെന്നുപെട്ടത് കമനേവിന്റെ കൺമുന്നിലാണ്. ക്ലെമൻസിനെ കൂടിയുള്ള ആർഗിഷ് എന്ന നായ്ക്ക് മനസ്സിലായി ഇങ്ങേര് ക്ലെമൻസിന് അപകടകാരിയാണ് എന്ന്. അങ്ങനെ ആർഗിഷ് കമനേവിനെ ചാടി ആക്രമിക്കുകയാണ്. ഈ സമയം ക്ലെമൻസ് അവിടെ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ആർഗിഷിനോട് വേഗം വരാനായിട്ടും ക്ലെമൻസ് പറയുന്നുണ്ട്. എന്നാൽ ആർഗിഷ് നിർത്താതെ കമനേവിനെ അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷേ സങ്കടകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ കമനേവ് തന്റെ തോക്ക് പുറത്തെടുത്ത് ആർഗിഷ് എന്ന ക്ലെമൻസിന്റെ നായ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഓഫീസേഴ്സ് എല്ലാവരും ക്ലെമൻസിനെ പിടികൂടാനായിട്ട് പിന്നാലെ ഓടി വരുന്നുണ്ടെങ്കിലും ക്ലെമൻസ് അതിസാഹസികമായിട്ട് അവർക്ക് പിടികൊടുക്കാതെ ഒരു ട്രെയിനിന്റെ മുകളിൽ ചാടി കയറി ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. ക്ലെമൻസ് വീണ്ടും തന്റെ ലക്ഷ്യത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. വർഷം 1952 ഓഗസ്റ്റ് മാസം. ക്ലെമൻസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് സോവിയറ്റ് സെൻട്രൽ ഏഷ്യ ഭാഗത്താണ്. ഒരു ചന്തയിൽ ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ 2 സ്ത്രീകൾ ക്ലെമൻസിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന് നല്ല വിശപ്പുണ്ട് എന്ന്. ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു ബ്രെഡ് കൊടുത്തിട്ട് അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് ആ 2 നല്ല മനസ്സുള്ള സ്ത്രീകൾ പറയുകയാണ്. അങ്ങനെ ആ ബ്രെഡ് കഴിച്ചുകൊണ്ട് ക്ലെമൻസ് തന്റെ വിശപ്പടക്കി. ക്ലെമൻസ് കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോഴാണ് ക്ലെമൻസ് അവിടെ ഒരു മുസ്ലിം പള്ളി കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ക്ലെമൻസ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ ഇഗോർ എന്ന ഒരാൾ വരികയാണ്. അദ്ദേഹത്തിന് ക്ലെമൻസിനെ കണ്ടപ്പോൾ തന്നെ ക്ലെമൻസിന്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. ഒറ്റത്തടിയായി ജീവിക്കുന്ന അദ്ദേഹം ക്ലെമൻസിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹം ക്ലെമൻസിനെ കൂട്ടിപ്പോകുന്നത് ഒരു വയോധികൻ കണ്ടു. അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾ ജർമ്മൻ ആണ് എന്ന്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യം പറയാനായിട്ടും ആ വയോധികൻ പോയിട്ടുണ്ട്. ഇഗോറിനോട് തന്റെ സകല കാര്യങ്ങളും ക്ലെമൻസ് പറഞ്ഞിട്ടുണ്ട്. ഇഗോർ പറയാണ്, ഒരു പാസ്പോർട്ട് ഇല്ലാതെ നിനക്ക് എങ്ങനെയും രാജ്യം വിടാനേ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു ഫേക്ക് പാസ്പോർട്ട് തയ്യാറാക്കാൻ നിന്നെ ഞാൻ സഹായിക്കാം എന്നും ഇഗോർ പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നേരിടുന്ന ഒരാളാണ് ഇഗോർ. സോ ഇവിടെ നമ്മുടെ ക്ലെമൻസ് ആണെങ്കിൽ താടിയും മുടിയും ഒക്കെ വെട്ടി ഒരു റഷ്യൻ പൗരനെ പോലെ വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഇഗോർ ക്ലെമൻസിന് വേണ്ടിയുള്ള ഫേക്ക് പാസ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പാസ്പോർട്ട് മാത്രമല്ല, നിനക്ക് ബോർഡർ കടക്കാനുള്ള ട്രാവൽ പെർമിറ്റും ഇതിലുണ്ട് എന്നും ഇഗോർ പറയുന്നുണ്ട്. അപ്പോൾ ഇഗോർ ഇവിടെ ക്ലെമൻസിന് ചെയ്തു കൊടുത്തത് അത്രയും വലിയ സഹായം തന്നെയാണ്. ക്ലെമൻസ് അദ്ദേഹത്തോട് ഒരുപാട് നന്ദി പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. ക്ലെമൻസ് പുറപ്പെട്ടതിന് ശേഷം ഇഗോറിന്റെ വീട്ടിൽ ആരോ വന്ന് ബെല്ലടിക്കുകയാണ്. ആൻഡ് അത് വേറെ ആരുമല്ല, ക്ലെമൻസിനെ അന്വേഷിച്ചു വന്ന കമനേവാണ്. നീ എവിടെയാണ് അവനെ ഒളിപ്പിച്ചത് എന്ന് കമനേവ് ചോദിച്ചു. എന്നാൽ കമനേവിന്റെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കാൻ ഇഗോർ തയ്യാറല്ല. ഈ സമയം ഇഗോറിന് പെട്ടെന്ന് നെഞ്ചുവേദന എടുക്കുകയും ഇഗോർ താഴെ വീണു. കമനേവ് എന്താണ് എന്ന് നോക്കാനേ ചെന്നപ്പോൾ ഇഗോർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരണപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ ക്ലെമൻസ് ഇറാൻ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. എന്നാൽ ക്ലെമൻസിന് കള്ളപ്പേരുള്ള ഫേക്ക് പാസ്പോർട്ട് കണ്ടപ്പോൾ തന്നെ അവിടെ ബോർഡറിൽ ഇരിക്കുന്ന ഇറാൻ പോലീസ് ഉദ്യോഗസ്ഥന് ചില സംശയങ്ങളൊക്കെ തോന്നി. പക്ഷേ എന്നിട്ടും അദ്ദേഹം
ക്ലെമൻസിനെ ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് അനുവദിക്കുകയാണ്. എന്നാൽ ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. ക്ലെമൻസ് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ ഖമനേവ് വന്നതായി കാണാം. അതായത് താൻ പിടിയിലായി എന്ന് ക്ലെമൻസിന് മനസ്സിലായി. എന്നാൽ ഇപ്പോൾ ഇറാനിൽ കാല് കുത്തിയത് കൊണ്ട് തന്നെ ഖമനേവിന് ക്ലെമൻസിനെ ഒന്നും തന്നെ ചെയ്യാനായി പറ്റത്തില്ല. ഇത് എന്റെ വിജയമാണ് എന്ന് പറഞ്ഞ് ഖമനേവ് നടന്നു പോവുകയാണ്. വർഷം 1952 ഡിസംബർ മാസം ഇറാൻ പോലീസ് ഫേക്ക് പാസ്പോർട്ട് ഉള്ള ക്ലെമൻസിനെ അറസ്റ്റ് ചെയ്ത് ടെഹ്റാൻ ഫെഡറൽ പ്രിസണിൽ അടച്ചു. ക്ലെമൻസ് ഒരു റഷ്യൻ ചാരനാണ് എന്നാണ് അവര് വിശ്വസിക്കുന്നത്. ഇറാൻ കോടതി ക്ലെമൻസിന് വിധിച്ചത് വധശിക്ഷയാണ്. ഞാൻ റഷ്യൻ അല്ല, ഞാൻ ജർമ്മൻ ആണ് എന്ന് എത്ര പറഞ്ഞിട്ടും അവര് ക്ലെമൻസിനെ വിശ്വസിക്കാൻ തയ്യാറല്ല. എന്നാൽ അവിടെ ജയിലിൽ ഓഫീസറിനെ കാണാനായിട്ട് ക്ലെമൻസിന്റെ അങ്കിൾ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥ ക്ലെമൻസ് തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ അവര് ക്ലെമൻസിനെ വെറുതെ വിടൂ. പക്ഷെ ക്ലെമൻസിന്റെ അങ്കിളായ ഇദ്ദേഹത്തിന് ക്ലെമൻസിനെ ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ക്ലെമൻസിനെ കണ്ടത്. അദ്ദേഹത്തെ ക്ലെമൻസ് കണ്ടപ്പോൾ ക്ലെമൻസ് പറയാണ്, അങ്കിൾ എന്നെ മനസ്സിലായിട്ടില്ലേ, ഞാനാണ് ക്ലെമൻസ് ഫോറൽ, ഞാൻ റഷ്യൻ ചാരനല്ല, ജർമ്മൻ ആണ് എന്ന് എത്ര പറഞ്ഞിട്ടും ഇവര് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇവിടെ അങ്കിളിനും ക്ലെമൻസിനെ തിരിച്ചറിയാനായി പറ്റുന്നില്ല. അപ്പോൾ ഇത് യഥാർത്ഥ ക്ലെമൻസ് തന്നെയാണ് എന്ന് കണ്ടുപിടിക്കാൻ അദ്ദേഹം അവരുടെ ഒരു ഫാമിലി ആൽബം കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് ക്ലെമൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജർമ്മൻകാരനായ ക്ലെമൻസ് ഫോറൽ തന്നെയാണ് എന്ന് അവർ പ്രൂവ് ചെയ്തു. സന്തോഷത്തോടെ ക്ലെമൻസ് തന്റെ അങ്കിളിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇറാൻ ജയിലിൽ നിന്നും ക്ലെമൻസ് മോചിതനായി. അങ്ങനെ 3 വർഷങ്ങളുടെ യാത്രക്ക് ശേഷം ക്ലെമൻസ് തന്റെ വീട്ടിൽ തിരിച്ചെത്തുകയാണ്. അതായത് 5 വർഷം സൈബീരിയൻ ജയിലും 3 വർഷം യാത്രയും ചെയ്ത് ടോട്ടൽ 8 വർഷങ്ങൾക്ക് ശേഷമാണ് ക്ലെമൻസ് ഇവിടെ തിരിച്ചെത്തുന്നത്. അതും ക്രിസ്മസ് രാത്രി തന്നെയാണ് ക്ലെമൻസ് ഇവിടെ തിരിച്ചെത്തിയത്. തന്റെ ഭാര്യയും മക്കളും പള്ളിയിൽ പോയിട്ടാണുള്ളത്. പള്ളിയിൽ നിന്ന് എലിസബത്ത് മാതാവിനോട് വീണ്ടും തന്റെ അച്ഛൻ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം എലിസബത്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. തന്റെ അച്ഛൻ തിരിച്ചെത്തി. ഭാര്യക്കും ഇത് വിശ്വസിക്കാനാവുന്നില്ല. അവര് സങ്കടത്തോടെയും സന്തോഷത്തോടെയും ക്ലെമൻസിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അങ്ങനെ ഫൈനലി നമ്മുടെ ക്ലെമൻസ് ഫോറൽ തന്റെ കുടുംബത്തിനൊപ്പം ഒന്നിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കാൻ മറക്കല്ലേ.